ഈ 3 ഇമോഷൻസിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണം. ഈ ഷെയിം എന്ന് പറഞ്ഞ ഇമോഷൻ നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും വേണം. തീർച്ചയായിട്ടും അതൊരു ഗിഫ്റ്റാണ്. നമുക്ക് ക്രിയേറ്റ് നമുക്ക് തന്നേക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ഇത് എവിടെയൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തോ അവിടെ എല്ലാം റാഡിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. ബിസിനസ്സിൽ മാത്രമല്ല ട്രാൻസ്ഫോർമേഷൻ, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ ആൾക്കാർ വെൽത്തി ആകാത്ത, ഒരുപാട് മണി ഉണ്ടാകാത്ത? ചില ആൾക്കാർ ഗോൾഡ് അസറ്റ് ഉണ്ടാക്കി വെക്കുന്നു, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു, വലിയ വലിയ അസറ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് വെൽത്ത് ഉണ്ടാക്കിയെടുക്കുന്നു. ചില ആൾക്കാർക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല? ചില ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരുപാട് ഡെറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ പിന്നിലുള്ള സൈക്കോളജി. അപ്പൊ സൈക്കോളജി സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. സൈക്കോളജി ഓഫ് ബിസിനസ് സക്സസ് എന്ന് പറഞ്ഞ സീരീസിലെ 6ാമത്തെ വീഡിയോയിലാണ്. ഈ വീഡിയോയിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് ബിഹൈൻഡ് ദ സീനിൽ, ഹ്യൂമൻ ഇമോഷൻസിന്റെ ബിഹൈൻഡ് ദ സീനിൽ ഹാപ്പൻ ചെയ്യുന്ന കുറെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ ഇതൊരു കപ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു കപ്പാണ്. അപ്പൊ ഈ കപ്പ് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഹ്യൂമൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ജനറലി സ്പീക്കിംഗ് മുഴുവൻ നിറഞ്ഞ ഒരു കപ്പാണ്. ചായ മുഴുവൻ നിറഞ്ഞിരിക്കുവാണ്, ഇതിനകത്ത് കാപ്പി മുഴുവൻ നിറഞ്ഞിരിക്കുവാണ്, ചില സമയത്ത് പോയിസൺ മുഴുവൻ നിറഞ്ഞിരിക്കുവാണ്. ആ പോയിസൺ എന്താണെന്ന് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാ ഹ്യൂമൻസിലും അറിഞ്ഞോ അറിയാതെയോ ഇത് ഫിൽഡ് ആണ്. മുഴുവൻ പോയിസൺ ആണെന്നല്ല പറയുന്നത്. ചിലപ്പോൾ ഇത് പോയിസൺ ആകാം. ചിലപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചിലപ്പം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ലവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് റൊമാൻസ് കൊണ്ടായിരിക്കും നിറഞ്ഞേക്കുന്നത്. പക്ഷെ മോസ്റ്റ് ആൾക്കാർക്കും, എല്ലാ ഹ്യൂമൻസും ഇത് നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഈ കപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കപ്പ് എം ഡി ആക്കാതെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ കപ്പ് എം ഡി ആകണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങൾ കേൾക്കുന്ന കാര്യം റീഅഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എന്നോട് ലിസൺ ചെയ്യുകയല്ല, നിങ്ങളുടെ തന്നെ ആശയങ്ങൾ നിങ്ങൾ റീഅഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാര്യം ഒരു പ്രാവശ്യം പറയാം, നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു സമയത്ത് തന്നെ നിങ്ങൾ വേറൊരാളെ ലിസൺ ചെയ്യുവല്ല. ഓക്കെ, ലിസൺ ചെയ്യുവല്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റീ അഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ നിങ്ങൾ റീ അഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിശ്വാസമുണ്ട് എന്താണെന്ന് എന്നെക്കുറിച്ച്. ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുവാണ്. ഇതിനെയാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. മച്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പണ്ടാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടായിരുന്ന ഒരു ജീവിയായിരുന്നു. എസ്പെഷ്യലി ചെറുപ്പത്തിൽ നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്ന ജീവിയാണ്. അവിടുന്ന് പല ആൾക്കാരും സ്വപ്നം കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതാണ്. എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കൊച്ചായിരുന്ന സമയത്ത്, നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ പറയുവാണ്, എനിക്ക് പ്രധാനമന്ത്രി ആകണം, പ്രൈം മിനിസ്റ്റർ ആകണം, അതുകൂടാതെ ഗോൾഡ് മെഡലിസ്റ്റ് റണ്ണർ ആകണം, അതുകൂടാതെ എനിക്ക് ഡോക്ടർ ആകണം, അതുകൂടാതെ എനിക്ക് അസ്ട്രോണന്റും ആകണം. ഓക്കെ, പറന്നു പോകുന്ന അസ്ട്രോണന്റും ആകണം. ഇതെല്ലാം എനിക്ക് ആകണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ, വലുതായി കഴിഞ്ഞപ്പോൾ എഡ്യൂക്കേഷൻ്റെ എനിക്ക് വർക്കായില്ല. ചിലപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് സംഭവിക്കുകയാണ്? നമ്മൾ സ്വപ്നങ്ങൾ മുഴുവൻ പോയി നമ്മൾ സീറോയിലേക്ക് ട്രാപ്ഡ് ആയി പോവാണ്. നമ്മളൊരു കംഫർട്ട് സോണിലേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ നമ്മളൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കി അതിനകത്ത് ഇറങ്ങിപ്പോവാം. അതിന് പുറത്തോട്ട് ഇറങ്ങി വരാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്താണ് നമ്മളെ സംബന്ധിച്ചോളം? ഒന്ന് നമ്മൾ മച്യൂറായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, മച്യൂർ എന്ന് പറഞ്ഞതിനുള്ള വേറൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ഫിയർഫുൾ ആയിപ്പോയി. ഫിയർഫുളിന് പറയുന്ന സാധനമാണ് മച്യൂരിറ്റി. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ, സ്റ്റീവ് ജോബ്സ് മച്യൂർ അല്ലായിരുന്നു. ഓക്കെ, ഈലൻ മസ്ക് മച്യൂർ അല്ല. ഓക്കെ, ഓഫ്കോഴ്സ് അവർക്ക് ഇമ്മച്യൂരിറ്റി ലിറ്ററലി ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ജെഫ് ബെസോസ് മച്യൂർ അല്ല. എന്താണ്, ഇത്രയും പ്രായമായ സമയത്തും പുള്ളിക്കാരന് ഈ പറഞ്ഞ റോക്കറ്റ് പറപ്പിക്കാന്ന് ഓർത്ത് നടക്കുവാണ് പുള്ളിക്കാരന്. ഓക്കെ, അവിടെ പോയിട്ട് മനുഷ്യർക്ക് അവിടെ ബിസിനസ് ചെയ്യാനായിട്ടുള്ള, സ്പേസിൽ പോയി ബിസിനസ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജെഫ് ബെസോസ് പ്രായമുള്ള സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രായം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറേ ആമസോൺ മുഴുവൻ ബിൽഡായി കഴിഞ്ഞ് പുള്ളി അതെല്ലാം നിർത്തിയിട്ട് ബ്ലൂ ഒറിജിൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഇതിന്റെ അയലോക്കത്ത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 30 മൈലേ ഉള്ളൂ ബ്ലൂ ഒറിജിന്റെ ഏറ്റവും വലിയൊരു ഹെഡ് ഓഫീസ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവർ ഫിയർഫുൾ അല്ല. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ, അവര് 3 ഇമോഷൻസിനെ ട്രാൻസെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷന്റെ പേരാണ് ഷെയിം, രണ്ടാമത്തെ ഇമോഷന്റെ പേരാണ് ഗിൽറ്റ്. പ്രോപ്പർലി എഴുതാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെയാണ് ഗിൽറ്റ് എന്ന് എഴുതുന്നത്. ഒന്നുകൂടെ എഴുതാം.
GUILT, ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷൻ. മൂന്നാമത്തെ ഇമോഷന്റെ പേരാണ് envy. അപ്പൊ ഷെയിം എന്നാന്ന് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാം. ഷെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ള അയ്യേ ഷെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെറുപ്പത്തിൽ നമ്മൾ ഉടുപ്പൊക്കെ ഇടാതെ ഒരു വയസ്സുള്ള സമയത്ത് നടക്കുമ്പോഴത്തേന് അയ്യേ ഇതെന്നെ എങ്ങനെ നടക്കുന്ന ഷെയിം എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ആദ്യ അഭ്യാസം എടുത്തു ഷെയിമിന്റെ. അപ്പൊ നമുക്ക് ഷെയിം ഫീൽ ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ അഭ്യാസം നമുക്ക് കിട്ടി. അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ അച്ഛൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ മോനെ മുട്ടായി എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയാതെ പോയി നമുക്ക് ഈ പറഞ്ഞ പോലെ മുട്ടായി എടുക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് നമ്മൾ പോയി മുട്ടായി പോയി എടുക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മുട്ടായി പോയി എടുത്തിട്ട് തുറന്നിട്ട് അച്ഛൻ അറിയാതെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ തുറന്നു നോക്കിയിട്ട് അത് തുറന്നിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കാതെ ആരും അറിയാതെ പറഞ്ഞ് മുട്ടായി എടുത്ത് തിന്നു. അപ്പൊ നമുക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഗിൽറ്റാണ്. അപ്പൊ രണ്ടാമത്തെ ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആയി. ഓക്കെ, ഗിൽറ്റായി. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛൻ നമ്മളോട് പറയുവാണ്, അമ്മ നമ്മളോട് പറയുവാണ്, അതെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചല്ല എന്തോരം നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നീ ഒരു മന്ദബുദ്ധിയായി പോയല്ലോ, നിന്നെ കൊണ്ട് ഒന്നും കാള കൂട്ടാനായിട്ട് നിന്നെ കൊള്ളുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് envyയും ഉണ്ടായി. ക്ലിയർ ആണോ? അപ്പൊ ഇതിപ്പം അവർ പറഞ്ഞിട്ടാണോ ഉണ്ടായത്? തീർച്ചയായിട്ടും അല്ല. കാലാകാലങ്ങളായിട്ട് മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് നമ്മള് സ്വത്ത് കൈമാറുന്ന പോലെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഷെയിമും നമ്മുടെ ഗിൽറ്റും നമ്മുടെ envyയും നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് കൺവേ ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ രണ്ട് കണ്ണ് വേണമല്ലോ മനുഷ്യനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കില്ല. മൂക്കും വേണ്ടേ, മൂക്കൊക്കെ വരച്ചു വെക്കണ്ടേ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ ഷെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, ഗിൽറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, envy ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇതൊന്നും വേണ്ടതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വേണം. ഇതിന്റെ എല്ലാം പർപ്പസ് എന്താണ്? ഇതിന്റെ എല്ലാം ഫണ്ടമെന്റൽ പർപ്പസ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് ഞാനിപ്പോൾ ജനറലി അതിനെ വിളിക്കുവാണ്, അല്ലെങ്കിൽ വാല്യൂസ്. ഈ വാല്യൂസുമായിട്ട് ഹ്യൂമൻസ് കണക്റ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇത് വന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരാളെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ലോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മറ്റൊരാളെ കൊല്ലരുത്. ഓക്കെ, മറ്റൊരാളെ ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യരുത്. ഓക്കെ, ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യരുത്, പേരൻസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഷെയിം, ഗിൽറ്റ് ആൻഡ് envy നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. envy ഡയറക്ട്ലി അവിടെയല്ല. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വേറൊരാളുടെ ഭാര്യ ഭർത്താവ് സുന്ദരനാണെങ്കിൽ അവരെ പോയി കൊല്ലാനോ അവരെ പിടിച്ചോണ്ട് പോകാനായിട്ടോ സൊസൈറ്റിയിലെ മനുഷ്യന് അങ്ങനെ ഒരു ആഗ്രഹം തോന്നാതിരിക്കാനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പബ്ലിക്കലി ഷെയിം ചെയ്തു, നമ്മൾ ഗിൽറ്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ envy എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ ഡിസ്പൈസ് ചെയ്തു, നമ്മൾ പുറകോട്ട് മാറ്റി നിർത്താൻ നോക്കി. പക്ഷെ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ സംബന്ധിച്ചോളം ഇത് ഇല്ലാത്തപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ഡിഫോൾട്ട് ഷെയിം, ഗിൽറ്റ്, envy ഉണ്ടാകുവാണ് നമ്മളെ സംബന്ധിച്ചോളം. ഇതുകൊണ്ട് നമ്മുടെ കപ്പ് നിറഞ്ഞേക്കുവാണ്. ചില സിറ്റുവേഷനിൽ നമ്മളെ സംബന്ധിച്ചോളം ഗിൽറ്റ് ഉണ്ടാകുന്നു. ഗിൽറ്റ് എന്താണ്, ഷെയിം എന്താണ്? ഷെയിം എന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് പറഞ്ഞല്ലോ, മനസ്സിലാവും. നമുക്ക് നാണക്കേട് തോന്നുന്നു, അയ്യേ ഞാനോ. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷ്രിങ്ക് ചെയ്യുവാണ്. നമ്മളെ സംബന്ധിച്ചോളം പറ്റിപ്പോയി. envy എന്ന് പറഞ്ഞാൽ നമുക്ക് അസൂയ, എന്നാലും ഓക്ക് കണ്ട എന്നാ സുന്ദരിയാ, ഓ എന്ന് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ എന്നാലും അവനെന്ത് പൈസയാ, എന്നാ ഗ്ലാമർ അവനെ സംബന്ധിച്ചോളം. അപ്പൊ അങ്ങനെ ഷെയിം, ഗിൽറ്റ് ആൻഡ് envy ഈ മൂന്ന് ഇമോഷൻസും നമ്മളെ സംബന്ധിച്ചോളം റെഗുലർ ആയിട്ട് ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പൊ ആ മൂന്ന് ഇമോഷൻസും ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു എസെൻഷ്യൽ പാർട്ടായി മാറി. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു സൈക്കോളജിക്കൽ ആയിട്ടൊരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് തരുവാണ്. മലയാളത്തിന് രണ്ടൊരു ഒരു വാക്കേ ഉള്ളൂ, അസൂയ എന്നാണ്. envyയും ജലസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജലസി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ കണ്ട് എഴുതാം. ജെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, വൈ കൊണ്ട് എൻഡ് ചെയ്യുന്നു. അപ്പൊ envy എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന അസൂയയാണ് envy എന്ന് പറഞ്ഞാല്. ജലസി എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് തോന്നുന്ന അസൂയയാണ് ജലസി. ഇത് രണ്ടും ഞാൻ തൽക്കാലം envy എന്നാണ് വിളിക്കുന്നത്, നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ envy എന്ന് പറഞ്ഞ സാധനം, ഷെയിം എന്ന് പറഞ്ഞ സാധനം, ഗിൽറ്റ് എന്ന് പറഞ്ഞ സാധനം മൂന്നും ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ ലൈഫ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മളെ സംബന്ധിച്ചുള്ള ഷെയിമിനെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുക. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള എസ്പെഷ്യലി സ്ത്രീകളായിട്ടുള്ള ഒരു 30 to 35% ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയിമുമായിട്ട് വളരെ ക്ലിയർ കണക്ഷൻ ആണ്. അപ്പം പുരുഷന്മാരെ സംബന്ധിച്ചോളം ബേസിക്കലി ഷെയിം ഞങ്ങൾക്ക് ഇല്ലാന്നായിരിക്കും അവർ പറയുന്നത്. ഇപ്പൊ ഒരുപക്ഷെ പുരുഷനായിട്ടുള്ള ആൾ നിങ്ങൾ വീഡിയോ കാണാതെ പോകാൻ പോവാണ്, എന്റെ കാര്യമൊന്നും അല്ല ഈ പറയുന്നത്, എനിക്കിതൊന്നും ഉള്ള പ്രശ്നമുള്ള കാര്യങ്ങൾ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, റിയാലിറ്റിയിൽ നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പം പലപ്പോഴും പുരുഷന്മാര് ഷെയിം ആങ്കർ ആയിട്ടാണ് ഷോ ചെയ്യിക്കുന്നത്. അതായത് അവർക്ക് ഷെയിം ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ അരിശപ്പെടും. അപ്പൊ അരിശപ്പെടുന്നതിലൂടെയാണ് നമ്മളെ സംബന്ധിച്ചോളം പുരുഷന്മാരുടെ ഷെയിം എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഫണ്ടമെന്റലി നമുക്ക് ഷെയിം ഉണ്ട്. ഈ ഷെയിം എന്ന് പറഞ്ഞ ഇമോഷൻ നമ്മളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും വേണോ? തീർച്ചയായിട്ടും അതൊരു ഗിഫ്റ്റാണ്. നമുക്ക് ക്രിയേറ്റർ നമുക്ക് തന്നേക്കുന്ന ഒരു ഗിഫ്റ്റാണ്. എന്തിന്? നമ്മൾ അധർമ്മം പ്രവർത്തിക്കാതിരിക്കാനായിട്ട്. അതായത് നമ്മളെ സംബന്ധിച്ചോളം അധർമ്മം പ്രവർത്തിക്കാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും ഷെയിം വേണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയിം വേണം. നിങ്ങൾ തെറ്റായിട്ടൊരു കാര്യം ചെയ്യുവാണ്, മറ്റൊരാളെ ഇമോഷണലി വേദനിപ്പിക്കുകയാണെങ്കിൽ, ഫിസിക്കലി വേദനിപ്പിക്കുകയാണെങ്കിൽ, മറ്റൊരാളെ ഫിസിക്കലി കൊല്ലുവാണെങ്കിൽ, ഇമോഷണലി കൊല്ലുവാണെങ്കിൽ, മറ്റൊരാൾക്ക് ദ്രോഹം വരുത്തുന്ന, മറ്റൊരു വ്യക്തികൾക്കോ മറ്റൊരു സിസ്റ്റത്തിനോ ദ്രോഹം വരുത്തുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയിം വേണം. പക്ഷെ ബൈ ഡിഫോൾട്ട് നമ്മൾ ഷെയിമിലാണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ചോളം മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ റിച്ച് ആയി കഴിഞ്ഞാൽ, ഞാൻ അസറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഞാൻ ഗോൾഡ് കോയിൻ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഗോൾഡാണ്, മറ്റേ ആ പാവപ്പെട്ട ആൾക്ക് ഇല്ലാതെ വരില്ലേ? പൂവർ ആയിട്ടുള്ള ആൾക്ക് ഇല്ലാതെ വരില്ലേ? ഓ ഷെയിം, എനിക്ക് അങ്ങനെ ആകാൻ പറ്റും. ബാഡ് ആയിട്ടൊരു പേഴ്സൺ ആണ് ഞാൻ റിച്ച് ആകുന്നതിലൂടെ ഞാൻ ഒരു ബാഡ് ആയിട്ടുള്ള പേഴ്സണായി മാറുവാണ്. അപ്പൊ അവിടെ സിറ്റുവേഷൻ എന്ത് സംഭവിച്ചു? ഷെയിം നമ്മൾ ട്രാപ്പ് ചെയ്തു. ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രഷറും ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് ലെറ്റ്സ് സേ 1 കോടി രൂപയുടെ ബിസിനസ് നിങ്ങൾ ഉണ്ടാക്കുവാണ്, അല്ലെ 10 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കുവാണ്, അല്ലെ 100 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കുവാണ്. പക്ഷെ ആ പോയിന്റ് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, ഇനി വളരരുത്, ഇനി വളരാൻ എനിക്ക് യോഗ്യതയില്ല, കാരണം അത് ഷെയിംഫുൾ ആണ്. ലോകത്ത് നോക്കി എത്യോപ്യയിൽ പിള്ളേർ വിശക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഇതാകുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അതിന് ടാഞ്ചിബിൾ ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക? നിങ്ങളെ സംബന്ധിച്ചോളം ലോങ് ടൈം ആയിട്ടുള്ള ചാരിറ്റീസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക. പലപ്പോഴും ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്ത് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സിക്നെസ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്, ഇതെല്ലാം വളരെ സൂപ്പറാണ്. അതേസമയം എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ചാരിറ്റി. കാരണം ഇവിടെ നമ്മൾ മീൻ കൊടുക്കുവാണ്, ഇങ്ങനെയുള്ള മീനിനെ നമ്മൾ കൊടുക്കുവാണ്, അല്ലെ? ഇവിടെ നമ്മൾ മീൻ കൊടുക്കുവാണ്. മീൻ കൊടുക്കേണ്ടെന്നല്ല, മീൻ തീർച്ചയായിട്ടും കൊടുക്കണം. ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള മീൻ പിടിക്കാനുള്ള ചൂണ്ട, നല്ല മെക്കനൈസ്ഡ് ആയിട്ടുള്ള ചൂണ്ട ഉണ്ടാക്കി കൊടുക്കുവാണ്. അവർക്ക് ഒരു മീനല്ല, പല മീനുകളെ പിടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുവാണ്. ക്ലിയർ ആണോ? ഞാൻ റുബുചാണ്ടി, 90 Days Life എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ബെസ്റ്റ്സെല്ലിംഗ് ബുക്കിന്റെ ഓഥറാണ്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കൂടെ 90 Days Life എന്ന് പറഞ്ഞ ബുക്ക് 10,000-കണക്കിന് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർക്ക് കോടികളായിട്ടുള്ള രൂപ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആ ബുക്ക് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുവാണ്. നിങ്ങൾക്ക് ഇവിടെ താഴെ ഒരു ലിങ്ക് കാണും, ആ ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തിട്ട് എന്റെ കൂടെ 28 ഡേയ്സിൽ നിങ്ങൾക്കൊരു വെർച്വൽ മെന്ററിംഗ് ഞാൻ തരുവാണ്. ഞാൻ നിങ്ങൾക്ക് 28 ഡേയ്സിലേക്ക് വോയിസ് ഇട്ട് തന്ന് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കോസ്റ്റും ഇല്ല. ഇത് എന്റെ ഗിഫ്റ്റ് ആണ്. നിങ്ങൾ എന്റെ ചാനലിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട്, നിങ്ങൾ എന്റെ ലോകത്തേക്ക് വന്നതുകൊണ്ട്, നിങ്ങൾ എന്ത് വീഡിയോ ആണ് വാച്ച് ചെയ്യുന്നെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്തതിന് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരുന്നു. ഇവിടെ താഴെ പോകുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, നമ്മൾ വെർച്വൽ മെന്ററിംഗ് ജേർണിയിലൂടെ യാത്ര ചെയ്യാൻ. അപ്പൊ ഇവിടെയാണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ചാരിറ്റിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പൊ അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഗിൽറ്റ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. നിങ്ങളെ സംബന്ധിച്ചോളം അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അൾട്ടിമേറ്റ്ലി വാല്യൂ കൊടുത്താണ് പൈസ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന മണി ഇതാണ്, ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ഇത്രയാണെങ്കിൽ നിങ്ങൾ ഒരു സോഷ്യൽ സർവീസ് ആണ് ചെയ്യുന്നത്. നിങ്ങളൊരു സർവീസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ അത്രയും വലുതും നിങ്ങൾ ഉണ്ടാക്കുന്ന മണി ഇത്രയും ചെറുതുമാണെങ്കിൽ, ചെറുതാകണം എന്ന് നിർബന്ധമല്ല, ഈ വലുപ്പത്തെക്കാളും ഇതിന്റെ ഉള്ളിലാണ് നിങ്ങളുടെ മണി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ് സിറ്റുവേഷൻ? നിങ്ങളൊരു വാല്യൂ ഗിവറാണ്. നിങ്ങൾ ഒരിക്കലും ഗിൽറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വാല്യൂബിൾ ആയിട്ട് പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചുള്ള എത്ര വേണമെങ്കിലും നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസിന് ഇത് അറിയത്തില്ല. ഇപ്പൊ നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള കണ്ടീഷനിങ്, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്ക് ജനറേഷണൽ ഓസ്മോസിസ് എന്ന് പറയാം. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കെമിസ്ട്രി/ബയോളജിയിലുള്ള ഒരു ടേം ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞ പോലെ
നമ്മൾ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സിൽ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫിയർ ട്രാൻസ്ഫർ ആയി പോവുകയാണ്, ഭയം ട്രാൻസ്ഫർ ആയി പോവുകയാണ്. ചില ബേസിക്കലി ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ കാർമ എന്ന് വിളിക്കാറുണ്ട്. ആ ആ അതല്ല, ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്. കാർമ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്കുള്ള ഫിയർ ട്രാൻസ്ഫർ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഗിൽറ്റിലൂടെയും ഷെയിമിലൂടെയും ഈ പറഞ്ഞ രീതിയിൽ എൻവിയിലൂടെ ആണ് ബേസിക്കലി ജനറേഷനിലായിട്ടുള്ള ട്രോമ അല്ല ജനറേഷനിലായിട്ടുള്ള ഓസ്മോസിസ് നടക്കുന്നത്. ആ ഓസ്മോസിസിനെ നമ്മൾ എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫിയറിൽ നിന്ന് മാറി ഈ ഷെയിമിനെ എടുത്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. നമുക്ക് ഷെയിമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഈ ഗിൽറ്റിനെ എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റണം. ഗിൽറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇതിനെ നമ്മുടെ എൻവിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പോകുന്നത്. ക്ലിയർ ആണോ? നമ്മളെ സംബന്ധിച്ചോളം ഇത് വളരെ ഹിഡൻ. അപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇതൊന്നും തോന്നാറില്ല, എനിക്ക് അസൂയൊന്നും തോന്നാറില്ല, എനിക്ക് എൻവി ഒന്നും തോന്നാറില്ല, എനിക്ക് ഗിൽറ്റ് ഒന്നും ഫീൽ ചെയ്യാറില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഇമോഷൻസുമായിട്ട് പലപ്പോഴും കണക്റ്റഡ് അല്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. കണക്റ്റഡ് അല്ല, നോട്ട് കണക്റ്റഡ്. കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ സംബന്ധിച്ചോളം ആ ഷെയിം, ഗിൽറ്റ്, എൻവി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ ഇമോഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമോഷൻ നമ്മളെ സംബന്ധിച്ചോളം ആങ്കർ ഫീൽ ചെയ്യുന്നുണ്ടാവും, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഡിസ്കസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടാവും, നമ്മളെ സംബന്ധിച്ചോളം പല നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവും. ഡെസ്പയർ ഫീൽ ചെയ്യുന്നുണ്ടാവും, സാഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും, നമ്മളെ സംബന്ധിച്ചോളം ഓവർവെൽം ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ പല ഇമോഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോഴും 3000-ൽ പരം ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിന്റെ എല്ലാം ഇത് ബേസിക്കലി ഒരു സൈക്കോളജിയിലെ ഒരു ബ്രാഞ്ചിനെ ബേസ് ചെയ്തിട്ടില്ല, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ ഈ സജഷൻസ് പറയുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമോഷൻസിന്റെ എല്ലാം റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഇമോഷൻസ് ആണ്: ഷെയിം, ഗിൽറ്റ്, എൻവി ആണ്. അപ്പൊ ഇനഫ് ആയിട്ട് ഫ്രെയിം ചെയ്തു, ഞാൻ ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ഷെയിം ആൻഡ് ഗിൽറ്റ് ആൻഡ് എൻവി എന്നുള്ളത്. ഷെയിം എങ്ങനെ നിങ്ങളെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഷെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസർവ് ചെയ്യുന്നില്ല, എനിക്ക് അതിനുള്ള ആളില്ല എന്ന് ഡിസർവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആണ്. അപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്കെല്ലാം മേടിച്ച് വായിച്ചു, പക്ഷെ ഇത് നമുക്ക് വർക്കാകുന്നില്ല. അല്ലെങ്കിൽ പവർ ഓഫ് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ബുക്ക് വായിച്ചു, ഇത് വർക്കാകുന്നില്ല. മോട്ടിവേഷൻ സ്പീച്ചിന് പോയി, ഈ പറഞ്ഞ രീതിയിൽ മോട്ടിവേഷൻ സ്പീച്ചിന് പോയി. അപ്പൊ ആ മോട്ടിവേഷൻ സ്പീച്ചിന് പോയി ആൾക്കാരെ ഇതെല്ലാം അറ്റൻഡ് ചെയ്ത ശേഷം അത് നമുക്ക് വർക്കാകുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ ഇതൊന്നും നമുക്ക് വർക്കാകാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മളെ സംബന്ധിച്ചോളം ഫണ്ടമെന്റലി ഇന്റേണലി നമ്മൾ ഡിസർവ് ചെയ്യുന്നുള്ള ഫീലിംഗ് വരുവാണ്. ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം എഗെയിൻ ഡിസർവ് ചെയ്യുന്നുള്ള ഫീലിംഗ് വരുവാണ്. ഓക്കെ, മറ്റേ ഈ എൻവി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എഗെയിൻ ഡിസർവ് ചെയ്യുന്നുള്ള ഫീലിംഗ് വരുവാണ്, ഞാനിത് ഡിസർവ് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇന്റേണൽ സൈക്കോളജി വെച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചാലും വലിയ കമ്പനികൾ, $1 ബില്യൺ കമ്പനികൾ ഉണ്ടാക്കാൻ പറ്റില്ല, 1000 കോടി കമ്പനി ഉണ്ടാക്കാൻ പറ്റില്ല, 100 കോടി കമ്പനി ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ 70 കോടിയിലാണെങ്കിലും 50 കോടിയിലാണെങ്കിലും 10 കോടിയിലാണെങ്കിലും 1 കോടിയിലാണെങ്കിലും നിങ്ങൾ എവിടെ നിൽക്കുന്നു അടുത്ത ലെയറിലേക്ക് പോകാനായിട്ട് ഈ 3 കാര്യത്തെ മാനേജ് ചെയ്യണം. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാരെ ഇമോഷൻസ് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളെ സംബന്ധിച്ചുള്ള ഡിപ്രഷൻ ഒരു ഇമോഷനാണ്, ഓക്കെ, ആൻസൈറ്റി ഒരു ഇമോഷനാണ്. അപ്പൊ ഇമോഷൻസിനെ കുറിച്ച് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, പണ്ട് ഫെവിക്കോളിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരസ്യവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റഫറുമാണിത്. അതെന്ന് വെച്ചാൽ ഫെവിക്കോളിന്റെ ഒരു വലിയൊരു കഷണ്ടിത്തലയനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഇരുന്നിട്ട് വലിയ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഇതൊക്കെ ഇട്ട് ഈ പറഞ്ഞ പോലെ മീൻ പിടിക്കാണ്ടിരിക്കുവാണ്. അപ്പൊ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഓടി വന്ന് പുള്ളിക്കാരന് ഒരു വടി എടുത്തിട്ട് ആ വടിയിൽ ഫെവിക്കോളിന്റെ 4 സാധനം ഒട്ടിച്ചു വെച്ചിട്ട് അന്നേരം അവർക്ക് ഡബ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടായിരുന്നിരിക്കില്ല ആ സമയത്ത്. അപ്പൊ തമിഴ്നാട്ടുകാരനെ അവൾ ഹയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് പറയുന്നതിന് പകരം അയാൾ അപ്പൊ ഈ വീഡിയോ എടുത്ത് നോക്കി കാണാൻ പറ്റും, അല്ല താഴെ അങ്ങനെ ഞാൻ ലിങ്ക് ഇട്ടാൻ നോക്കാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ 1 2 3 4 ആ ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞത്. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആള് വന്നിട്ട് 4 ഫിഷിനെ പിടിച്ചോണ്ട് പോകുവാണ് അല്ലേ. ഇതാണ് ഇതുപോലെ നിങ്ങളെ സംബന്ധിച്ചോളം എളുപ്പത്തില് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അതിന് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഞാൻ നിങ്ങളെ ടീച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ എൻവി ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു എൻവിക്കകത്ത് 2 അസൂയുണ്ട്, എൻവി ഉണ്ട്, ജലസി ഞാൻ അതിനകത്ത് കൂട്ടിയിട്ടുണ്ട്. ഈ 2 ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പം വഴിയെന്ന് വെച്ചാൽ നിങ്ങൾ അസൂയ കൂട്ടുക. ബട്ട് അസൂയ കൂട്ടുകയാണോ? ഇതെന്തൊരു പറയുന്നത് തള്ള, ഇതെന്തൊരു പറയുന്നത്? അസൂയ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അസൂയ. ഇപ്പൊ ജലസി ഇത്രേ ഉള്ളെങ്കിൽ അല്ല എൻവി ഇത്രേ ഉള്ളെങ്കിൽ
ഈ എൻവിനെ പിടിച്ച് കുറെ കൂടെ വലുതാക്കുക. അതെങ്ങനെയാ അങ്ങനെയല്ലേ? അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറുപ്പത്തിൽ അസൂയപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാരും ഇന്ന് അസൂയപ്പെട്ടിരുന്ന ആൾക്കാരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അസൂയ ആരോടാണ്? നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള സുമിത അല്ലെ സുമിത്ര, ഓക്കെ, സുമിത്രയോടാണ് അസൂയ. അപ്പുറം വീട്ടിലുള്ള ഗോപാലിനോടാണ് നമുക്ക് അസൂയ. ഓക്കെ, ഗോപാലൻ എന്ന് എഴുതണം, ഗോപാലൻ എഴുതിയാ പോരാ. ഓക്കെ, ഗോപാലിനോടാണ് നമുക്ക് അസൂയ അല്ലെ? ഇപ്പൊ നമുക്ക് അസൂയുള്ളത് പിന്നെ വേറെ ആരാണ്? നമ്മുടെ ഇവിടെയുള്ള സ്മിത ചേച്ചിയോട് അസൂയാണ്. നോലും അവളുടെ ആ മേക്കപ്പ് ഒക്കെ കണ്ടു എന്തൊരു രസമാണ് കണ്ടു കഴിഞ്ഞാൽ. നമ്മളെ സംബന്ധിച്ചോളം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ജോസഫ് ചേട്ടനോട് അസൂയാണ്. ജോസഫ് ചേട്ടനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, കതറൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് നടക്കുന്നത്. എല്ലാ ആൾക്കാരും ഇത് എന്നാ നല്ല വണ്ടിയിലൊക്കെ വിളി നടക്കുന്നത്, ഒരു വീടൊക്കെ എന്ത് നല്ല വീടാണ്. അപ്പൊ ആ വീടൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അസൂയ. ഈ അസൂയ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുവാണ്, കുറച്ചുകൂടെ കൂട്ടുവാണ്. എങ്ങനെയാണ് കൂട്ടുന്നത്? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ജോസഫ് ചേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അവിടുത്തെ MLA ആയിട്ട് അസൂയാകുക. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിയായിട്ട് അസൂയാകുക. എന്തായാലും നമ്മൾ അസൂയപ്പെടുമല്ലേ? നമുക്കൊരു ആത്മാർത്ഥമായിട്ട് അസൂയപ്പെട്ടുകൂടെ? ക്ലിയർ ആണോ? നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അസൂയപ്പെടുമല്ലേ? കഷ്ടപ്പെട്ട് ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ അസൂയപ്പെടുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ കൂടിയ ആൾക്കാർ അസൂയപ്പെടുക. അപ്പൊ എന്ത് സംഭവിച്ചു? നിങ്ങൾ വളർന്നു ആസ് എ ഹ്യൂമൻ. ഇപ്പൊ നിങ്ങൾ ഇവരെ അസൂയപ്പെടുന്നതിന്റെ കാര്യം വെച്ചാൽ ഈ ലെവലിലാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നാളെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ആദ്യം നമ്മൾ മന്ത്രിയോട് അസൂയപ്പെടുക. ക്ലിയർ ആണോ? നാളെ സുമിതയെ പോലെ വെൽത്തി ആകണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം, അല്ലെ മിടുക്കനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുമിത അഡ്മയർ ചെയ്യുന്ന ആൾക്കാരെ പോയി അസൂയപ്പെടുക, സുമിത അസൂയപ്പെടുന്ന ആൾക്കാരെ പോയി അസൂയപ്പെടുക. അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും അല്ലെ? പക്ഷെ റിയാലിറ്റി എന്നാ വെച്ചാൽ, നമ്മൾ ഈ ഇമോഷൻസിന്റെ എല്ലാം പ്രത്യേകത എന്നാ വെച്ചാൽ, നമ്മള് ബാലി എന്ന് പറഞ്ഞേക്കുന്ന ഒരു കഥാപാത്രം മഹാഭാരതം 60 പ്രാവശ്യം പറഞ്ഞ മഹാഭാരതത്തിലാകില്ല, രാമായണത്തിലുണ്ട്. ഈ ബാലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ബാലി ആരെല്ലാം ഫൈറ്റ് ചെയ്യാൻ ചെല്ലുവാണെങ്കിൽ ആ ഫൈറ്റ് ചെയ്യുന്ന ആളുടെ ശക്തിയും കൂടെ ആൾക്ക് കിട്ടുവാണ്. അപ്പൊ പുള്ളിക്കാരന് 2 ഇരട്ടി ശക്തിയാവുകയാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മെറ്റഫറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെറ്റഫറാണ്. ഞാൻ ചെറുപ്പത്തിൽ രാമായണം വായിച്ചപ്പോൾ. അപ്പം എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ആര് പുള്ളിയോട് ഫൈറ്റ് ചെയ്താലും പുള്ളിക്കാരനെ പവർ ഇരട്ടിയാവുകയാണ്. ഇത് തന്നെയാണ് നമ്മളുടെ എൻവിയുടെ കാര്യവും. എൻവിയെ നമ്മൾ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ, അസൂയ നമ്മൾ ഫൈറ്റ് ചെയ്യുവാണെങ്കിൽ, അസൂയ ശരീരത്തിലേക്ക് വിഷമായിട്ട് ഇറങ്ങുവാണ്. നമുക്ക് അസൂയ, നമ്മൾ ചെല്ലുന്ന ആൾക്കാരുടെ പുരുഷന്മാരാണെങ്കിൽ അരിശപ്പെടുവാണ്, വേറെ എംപ്ലോയീസിനോട് പരിശപ്പെടുവാണ്, പാർട്ണറോട് പരിശപ്പെടുവാണ്, ഇൻവെസ്റ്ററോട് പരിശപ്പെടുവാണ്. നമുക്ക് തന്നെ അറിയത്തില്ല എന്താ അരിശപ്പെട്ടെന്ന്. എന്തോ ഒരു അസൂയ തോന്നി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പിടി കിട്ടുന്നില്ല. പിന്നെ ഇതെല്ലാം അരിശപ്പെട്ടെല്ലാം കഴിഞ്ഞ് ഇതങ്ങ് ഇറങ്ങിപ്പോവാണ്, അരിശത്തിലൂടെ ഇറങ്ങിപ്പോകുന്നത്. അതിന് പകരം നിങ്ങൾ എന്താ വെച്ചാൽ, നിങ്ങളുടെ അസൂയനെ അപ്ഗ്രേഡ് ചെയ്യുക. എങ്ങനെയാണ്? നിങ്ങൾ വലിയ ആൾക്കാരോട് അസൂയപ്പെടുക, നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരോട് അസൂയപ്പെടുക. ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്ത് വേണോ ആ ഏറ്റവും കൂടുതൽ വേണ്ട ആൾക്കാരോട് അസൂയപ്പെടുക. ഇതാണ് ബേസിക്കലി ഒരു റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റാൾക്കാരിലേക്ക് കൂടിയ ആൾക്കാരെ അസൂയപ്പെടുന്നതാണ്. നമ്മളെ സംബന്ധിച്ചുള്ള റോൾ മോഡൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് അസൂയപ്പെട്ടിട്ട് അവരെ കണ്ട് പഠിക്കുമല്ലേ? അപ്പൊ റിയാലിറ്റി എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ റോൾ മോഡലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ റോൾ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കൂടിയ ആൾക്കാരോട് അസൂയപ്പെടലാണ്. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഈ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലിയെ പോലുള്ള കഴിവ് കൂടുന്ന വേറെ ആളുടെ പേരെന്താണ്? മറ്റേ ആളുടെ പേരാണ് ഗിൽറ്റിനെ നമ്മൾ ഫൈറ്റ് ചെയ്താൽ ബേസിക്കലി ഗിൽറ്റിന് ഇരട്ടി പവർ ആവും. നമ്മൾ ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യുവാണ്. ഓക്കെ, ചില ആൾക്കാർ ആ ഗിൽറ്റിനെ അതേപടി അങ്ങ് ഫീൽ ചെയ്യാൻ അലോ ചെയ്യാണ്. അപ്പൊ ഗിൽറ്റിനെ അതേപടി ചില ആൾക്കാരെ ഫീൽ ചെയ്യാൻ അലോ ചെയ്യുക. അപ്പൊ എന്താ സംഭവിച്ചു? ഈ ഗിൽറ്റിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ശക്തി ഉപയോഗിച്ച് ഇടിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗിൽറ്റ് ഇത്രയും വലുതാവും, പിന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത രീതിയിൽ വലുതാണ്. ഗിൽറ്റിന്റെ ശക്തി കൂടി വരുവാണ്. അപ്പൊ ആ ഗിൽറ്റ് മാറി നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഡിപ്രഷനായിട്ടോ ആൻസൈറ്റി ആയിട്ടോ മറ്റ് ഇമോഷൻസ് ആയിട്ടൊക്കെ വരാം. ക്ലിയർ ആണ്? അപ്പൊ ഗിൽറ്റിന് നിങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് ഷേക്സ്പിയറിന്റെ ഈ ചില കഥാപാത്രങ്ങൾ പറഞ്ഞ പോലെ അസ്വസ്ഥത തോന്നിക്കഴിയുമ്പോൾ ഗിൽറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് കയ്യിൽ പറ്റിയിട്ട് വീണ്ടും പോയി കൈ കഴുകി ഒരു സീനുണ്ട്. ഈ പറഞ്ഞ പോലെ പാത്രത്തിന്റെ അടിയിൽ അല്ലെ സിങ്കിൽ കൈ പിടിച്ചിട്ട് കൈ കഴുകുകയാണ്. കാരണം ബ്ലഡിന്റെ ഇത് കാരണം, ബ്ലഡ് ഒരാളെ ദ്രോഹിച്ചു എന്ന കാരണത്താൽ പുള്ളിക്കാരിക്ക് ഗിൽറ്റി ഫീൽ ചെയ്തിട്ട് പുള്ളിക്കാരി പോയി കൈ കഴുകുകയാണ്, വീണ്ടും പോയി കഴിയുകയാണ്. അപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, OCD എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാർ വീണ്ടും പോയി കൈ കഴുകുന്ന സാരി എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ ഗിൽറ്റ് വന്നിട്ട് OCD ആയി മാറിയേക്കുന്നതാണ്.
എല്ലാവരുടെ OCD അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗിൽറ്റിനെ ഹാൻഡിൽ ചെയ്യണം. ഈ ഗിൽറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ഈസിയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ കറക്റ്റായിട്ട് ഈ കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ട് മനസ്സിലായോ? നിങ്ങളുടെ ലൈഫിനെ പുറകോട്ട് വലിക്കുന്ന 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 ഗിൽറ്റ്, 2 ഷെയിം, 3 എൻവി. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമോഷൻസ്. ഈ 3 ഇമോഷൻസിനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മൾ അപ്ഗ്രേഡ് ചെയ്താണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രമല്ല, ഈ 3 ആൾക്കാരെ ഇടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ 3 ആൾക്കാരും വലിയ ആൾക്കാരായി മാറും എന്ന് പറഞ്ഞു. ഇവർ വളരുന്നതും ഇവർക്ക് ശക്തി കിട്ടുന്നതും ഇങ്ങനെയാണ്. ജനറലി സ്പീക്കിംഗ്, ഈ പറഞ്ഞല്ലേ, ഫിയർ എന്ന് പറഞ്ഞ ഫിയർ ആണ് ബേസിക്കലി ഇതിന്റെ എല്ലാം ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോസ്. ഇതിന്റെ എല്ലാം ഈ ഫിയറിനെ പ്രത്യേകത ഇത് തന്നെയാണ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിയർ വലുതാവും, പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിയർ പിന്നെ വലുതാവും, പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിയർ വീണ്ടും വലുതാവും. അപ്പൊ അങ്ങനെയാണ് ഫിയർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഫിയറിന്റെ ഒരു വേർഷനാണ് ഈ 3 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഗിൽറ്റിനെ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഗിൽറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ മറ്റേ ഫെവിക്കോളിന്റെ പരസ്യം പോലുള്ള വഴി എന്നാന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം വടി വെച്ചിട്ട് നമ്മൾ മീനായിട്ട് മാറ്റുന്ന വഴി എന്നാന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചോളം ഈ ഗിൽറ്റ് എടുക്കുക, ഈ ഗിൽറ്റിന് ഗ്രേറ്റ്ഫുൾ ആകുക. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ് ഗിൽറ്റിന് ഗ്രേറ്റ്ഫുൾ ആകുക? ഇതെന്തൊരു പരിപാടിയാ? ഇതുവരെ ഞാൻ ഒരിടത്ത് കേട്ടിട്ടില്ല. ഞാൻ പല ആൾക്കാരുടെയും പല കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം ലോകത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ആർക്കും മനസ്സിലാകാതില്ല. ഞാൻ പണ്ട് വളരെ വയസ്സായിട്ടുള്ള ദലൈലാമയുടെ സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആള് പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ, ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ അബദ്ധത്തിൽ പോയി ചാടും എന്ന ലെവലിലെ. അപ്പൊ ബേസിക്കലി ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഈ പറഞ്ഞ രീതിയിൽ പല ആൾക്കാർക്കും ഇല്ല. ആൾക്കില്ലെന്നല്ല, ജനറലി ആണ് പറയുന്നത്, പല ആൾക്കാർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചില നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ആദ്യം ക്ലിക്ക് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ കപ്പ് ആയിരിക്കാം. ഈ നിറഞ്ഞിരിക്കുന്ന കപ്പാണെങ്കിൽ ഞാൻ പറയുന്നതിന്റെ ഈ എസൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം ഞാൻ അവിടെ അത് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ചെയ്യാനല്ല ആൾക്കാരോട് പറഞ്ഞേക്കുന്നത് എന്ന് പറയാതെ, നിങ്ങളൊരു ഫ്രഷ് കുട്ടിയെ പോലെ, മച്യൂർ ആയിട്ടുള്ള അല്ലാതെ ഒരു കുട്ടിയെ പോലെ, ഒരു ചൈൽഡിനെ പോലെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വന്ന് ഇതിനൊന്ന് കാണാൻ നോക്ക്. നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ പോലെ നിങ്ങൾ വന്ന് കാണാൻ നോക്കുക. ഓക്കെ, നിങ്ങളൊരു കുട്ടിയെ, 5 വയസ്സുള്ള ഒരു കുട്ടി എന്നുള്ളൊരു ആ ഫ്രെയിം എടുത്തിട്ട് ആ ഫ്രെയിമിൽ നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം. അപ്പൊ അതിനുമുമ്പ് ഞാൻ ഈ കോൺസെപ്റ്റിനെ തന്നെ ഒന്ന് ഫ്രെയിം ചെയ്തോട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വല്യച്ഛന് നിങ്ങളൊരു ഗിഫ്റ്റ് ബോക്സ് മേടിക്കുവാണ്. അപ്പൊ ആ ഗിഫ്റ്റ് ബോക്സ് നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ പറയുവാണ്, ആ ഗിഫ്റ്റ് ബോക്സ് ബേസിക്കലി ആ ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി, ഈ പറഞ്ഞ ക്രിസ്മസ് ആണ്, ആ ക്രിസ്മസിന് സമ്മാനം കൊടുക്കാനായിട്ടാണ്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ ക്രിസ്മസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് എന്ന് പറഞ്ഞ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള റെഡ് ആയിട്ടുള്ള ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ വല്യമ്മയ്ക്ക് വേണ്ടി, ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ബോക്സ് ഉണ്ടാക്കി. അപ്പൊ ഈ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വല്യപ്പൻ പറയുവാണ്, അതായത് ഗ്രാമ്പ പറയുവാണ്, അതെ ഞാൻ 50 വർഷമായിട്ട് ചിന്നമ്മയുടെ കൂടെ ജീവിക്കുന്നതല്ലേ, ചിന്നമ്മയ്ക്ക് ചുമല കളർ ഇഷ്ടമില്ല. എന്ത് കളറാ ഇഷ്ടം? പച്ച കളറാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പം മനസ്സിലായി, ഇത് ഭയങ്കര കഷ്ടമായി പോയി, ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഗിഫ്റ്റ് ബോക്സ് മുഴുവൻ വേസ്റ്റിൽ കൊണ്ടേ കളഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് വേറെ ആമസോണിൽ നിന്ന് ഗിഫ്റ്റ് മേടിച്ച് ഓർഡർ ചെയ്യുവോ, അല്ലെ രണ്ടാമത് സ്റ്റേഷനിൽ കടയിൽ നിന്നിട്ട് ഇതൊന്നും കൊള്ളിയല്ലെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ഓർഡർ ചെയ്യുവോ? അതെയോ? നിങ്ങളെ സംബന്ധിച്ചോളം ഈ റെഡ് ആയിട്ടുള്ള റാപ്പിംഗ് എടുത്തിട്ട് ആ റാപ്പിംഗ് മാറ്റി ഇവിടെ ഒരു ഗ്രീൻ ആയിട്ടുള്ള റാപ്പിംഗ് ചെയ്താൽ പോരെ? മതിയോ? ലോജിക്കൽ അല്ലേ? ഗ്രീൻ റാപ്പ് ഇട്ടാ പോരെ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബോക്സ് നേരത്തെ നിങ്ങളുടെ ബോക്സിന്റെ പ്രത്യേകത എന്നായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്വയർ വരയ്ക്കാൻ പോലും അറിയത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, കറക്റ്റ് ആയിട്ട് വരച്ചിട്ട് പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ വാശിക്കുള്ള പിടിക്കുന്നത്. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ വെച്ചാൽ നമുക്ക് റെഡിന്റെ ഒരു പൊതിച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗിഫ്റ്റ് സെയിം ആണ് അല്ലെ? ഗിഫ്റ്റ് സെയിം ആണ്, പൊതിച്ചിലുണ്ടായിരുന്നു, ചുമല പൊതിച്ചിലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വല്യമ്മയ്ക്ക്, ചിന്നമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് റെഡ് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഈ പൊതിച്ചിനെ മാറ്റിയിട്ട് നമ്മൾ ഗ്രീൻ എടുത്തിട്ടു. ഓക്കെ, എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്, PhD സൈക്കോളജി ഉള്ള ആൾക്കാരുണ്ട്, പല സൈക്കോളജിസ്റ്റുകളുണ്ട്. നിങ്ങളിത് യൂസ് ചെയ്യുക നിങ്ങളുടെ ക്ലയന്റിൽ. ഓക്കെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഫാസിനേറ്റിംഗ് ആയിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും. നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ലാത്ത ആൾക്കാരും ന്യൂറോളജിസ്റ്റ് അല്ലാത്ത ആൾക്കാരും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം.
നമ്മൾ ഇത് എന്താണ് മറ്റേ ഫെവിക്കോൾ 1 2 3 4 എന്ന് പറഞ്ഞ പരിപാടി ഉപയോഗിച്ച് നമ്മൾ മീൻ പിടിക്കുകയാണ്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതും തമ്മിലുള്ള ബന്ധം, ഈ ഗിഫ്റ്റും ഇമോഷനും ഗിൽറ്റും ഇതും തമ്മിൽ എന്താണ് ബന്ധം കാണിച്ചു. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഈ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഗിൽറ്റാണ്, ഗിൽറ്റ് ബോക്സ്. ഈ ഗിൽറ്റ് ബോക്സിനെ നമ്മളെ സംബന്ധിച്ചോളം ഇമോഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെൻസേഷൻ മാത്രമാണ്. ഇമോഷൻസിനെ ഡീപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബേസിക്കലി ഇമോഷൻസ് പറഞ്ഞാൽ ഒരു സെൻസേഷൻ മാത്രമാണ്. നമ്മൾ ആനിമലിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഇവിടെ അമേരിക്കയിൽ ഒരുപാട് പട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്ക മനുഷ്യരെക്കാളും കൂടുതൽ പ്രാധാന്യം പട്ടിക്കാണ്. അപ്പം കാരണം അമേരിക്കയിൽ ഒരു പട്ടിയായിട്ട് ജനിക്കുക എന്നുള്ളതാണ് അടുത്ത റീഇൻകാർണേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഗോൾ എന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിൽ അമേരിക്കയിൽ ഒരു പട്ടിയായിട്ട് ജനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഗോള്. ഞാൻ ആൾക്കാരോട് തമാശക്ക് പറയാറുണ്ട്, അതല്ല എൻ്റെ ഗോള്, പക്ഷെ ഞാൻ പറയുവാണ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പട്ടികള് നമ്മുടെ അടുത്ത് ഓണർ നമ്മൾ ചെന്നിട്ട് ആരോടെങ്കിലും കളിക്കുവാണെങ്കിൽ പട്ടികളിരുന്ന് കുരയ്ക്കും, ഇങ്ങനെ കുരയ്ക്കും. അപ്പൊ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പട്ടികൾ യഥാർത്ഥത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും പോയി ഹഗ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ എൻ്റെ വീട്ടിലൊരു പട്ടിയുണ്ട്, അപ്പൊ ബഡി എന്നാണ് അവൻ്റെ പേര്. അപ്പൊ ഈ പട്ടി നമ്മളിപ്പോ വീട്ടിൽ ആരെങ്കിലും മോനെ ഞാൻ ഹഗ് ചെയ്യുവാണെങ്കിൽ ബഡി ഇരുന്നിട്ട് പറഞ്ഞ് കുരയ്ക്കും. അപ്പൊ അങ്ങനെ കുരയ്ക്കുന്ന കാണുമ്പോഴത്തേന് സാധാരണ മനുഷ്യരെന്ത് പറയും? പട്ടി അവൻ അസൂയാണെന്ന് പറയും. അവൻ അസൂയാണ്. എന്താണ് നീ ഞാനിവിടെ കളിക്കുന്ന കണ്ടിട്ട് അസൂയാണ്, എന്നാലും ഒരു പട്ടി എന്ന് പറയും. എന്താണ്? നമ്മൾ പ്രൊജക്റ്റീവ് ആണ്. നമ്മൾക്കുള്ള അസൂയ പട്ടിയിലേക്ക് പ്രൊജക്റ്റീവ് ആണ്. പട്ടിക്ക് ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജലസിയൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പട്ടികളോട് ചോദിച്ചിട്ടില്ല, ചോദിച്ചവരൊന്നും ആൻസർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ പ്രൊജക്റ്റീവ് ആണ്, അവൻ അസൂയാണെന്ന്. പട്ടിക്ക് അസൂയാണ്. പട്ടിക്ക് ജസ്റ്റ് അറിയാന്ന് വെച്ചാൽ എന്നെ കൂടെ കളിക്കാൻ കൂടും എന്ന് പറഞ്ഞ് കുറയ്ക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് സംഭവിച്ചത്? നമ്മളുടെ അസൂയ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇമോഷനെ നമ്മൾ പ്രൊജക്ട് ചെയ്ത് പട്ടിയിലേക്ക് ഇടുവാണ്. എഗെയിൻ അതും നമ്മുടെ ബോക്സ് തമ്മിലുള്ള ബന്ധമുണ്ട്. വരട്ടെ ഞാൻ പറഞ്ഞുതരാം, ഒരു സെക്കൻഡ് ശ്രദ്ധിച്ച് കേൾക്കും കേട്ടോ. ഇത് മുഴുവൻ കേട്ടാലേ നിങ്ങൾക്ക് ഇതിന്റെ മുഴുവൻ കാര്യം കിട്ടുള്ളൂ. ഞാൻ വളരെ 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 വർഷങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൂലി നിങ്ങളുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക. കാര്യം എനിക്കറിയാം, ഈ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മനസ്സിലാവണമെന്നില്ല, പക്ഷെ നിങ്ങൾ ശരിക്കും അറ്റൻഷൻ പേ ചെയ്ത് ഇവിടെ തന്നെ നോക്കിയിരിക്കുവാണേ നിങ്ങൾക്ക് മനസ്സിലാവേ. ഓക്കെ, അപ്പൊ പട്ടിയിൽ നമ്മൾ ജലസി പ്രൊജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിന് ഹ്യൂമൻസ് വാക്കുകൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വേർഡ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇന്നിപ്പോ ഞാൻ പറഞ്ഞു 3000 പല ഇമോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3000 പല ഇമോഷനും ബേസിക്കലി ഒരു സെൻസേഷൻ മാത്രമാണ്. നമ്മളൊരു കൊച്ചുകുട്ടിയോട് എഴുന്നേറ്റ് വരുന്ന സമയത്ത്, ഉണ്ടായി വരുന്ന സമയത്ത് കൊച്ചുകുട്ടിയോട് പറയാം, നിനക്ക് എന്തൊരു ഷെയിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊച്ചു ഷെയിമുമായിട്ടല്ല വന്നേക്കുന്നത്. പ്രാക്ടിക്കലി ജനറലി സ്പീക്കിംഗ് ആ ഷെയിം കണ്ടീഷനിങ് ഇല്ല കൊച്ചിന്, അല്ലേ? കൊച്ചു പറയുമ്പോഴത്തേന് കൊച്ചു എല്ലാം ഇതായി കഴിയുമ്പോഴത്തേന് അയ്യേ ഞാൻ ഉണ്ടായി വന്നു, എന്താ അപ്പച്ച ഈ പറഞ്ഞ പോലെ എന്റെ ശൂശു എല്ലാം കാണുന്നേ, അതെല്ലാം ഒരു ഉടുപ്പിടിക്കാൻ മേലായിരുന്നോ എന്താ കൊച്ചു ചോദിക്കുന്നില്ല. ക്ലിയർ ആണോ? എനിക്ക് ഉടുപ്പിടാതെ ഇരിക്കത്തില്ല, വേഗം ഉടുപ്പിട് എന്ന് പറയുന്നില്ല. ക്ലിയർ ആണോ? കൊച്ചിന് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല, ഗിൽറ്റ് ഇല്ല, ഷെയിമില്ല, എൻവി ഇല്ല. മറ്റു ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് പൊക്കോ, ഈ പറഞ്ഞ പോലെ ഇത്രയും പൊക്കോ, എനിക്ക് മാത്രം പൊക്കോ ഇല്ലാതൊരു ഇതായി പോയല്ലോ എന്നും കൊച്ചു പറയുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ ഒരു കൊച്ചിനെ സംബന്ധിച്ചോളം റിയാലിറ്റിയിൽ ഷെയിമും ഗിൽറ്റും എൻവി ഇല്ലാതാണ് വന്നേക്കുന്നത്. പിന്നെ കണ്ടീഷനിങ് ഉണ്ട്, ഇന്റർ ജനറേഷണൽ ആയിട്ടുള്ള കണ്ടീഷനിങ് ഉണ്ട്, സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷനിങ് വഴി നമ്മൾ ഗിൽറ്റ് ഉണ്ടാക്കിയെടുത്തേക്കുവാണ്. അപ്പൊ മറ്റൊരു പറഞ്ഞ ഈ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷണൽ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊള്ളയ ബോക്സ് ആണ്. നമ്മൾ ഓർക്കുന്ന ഇത് ഭയങ്കര വലിയ വെട്ടിയാന്നാണ്. പക്ഷെ നമുക്ക് എന്നാ വെച്ചാൽ നമുക്ക് മാജിക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ മറ്റേ സ്ത്രീയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതെന്താണ്? നമ്മുടെ വല്യമ്മച്ചിക്ക് നമ്മൾ ചുമല കള്ളാസിന് പകരം പച്ച കള്ളാസ് കൊടുക്കുന്നില്ലേ, അതിനെയാണ് റാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. റാപ്പിംഗ് അല്ലേ? സിമ്പിൾ ആയിട്ടല്ലേ? അതിനകത്ത് എന്തൊരു വലിയ കാര്യം ഇരിക്കുന്നു അല്ലേ? എന്തൊരു കാര്യം ഇരിക്കുന്നത്? ഈ റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി അതിനെ നമ്മൾ റാപ്പ് ചെയ്യുക. റെഡ് മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ഗ്രീൻ ആക്കി, അല്ലേ? അതല്ല നമ്മൾ ചെയ്തുള്ളൂ. ഈ റാപ്പിങ്ങിന് മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ തങ്കമ്മച്ചേർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്കമ്മ ചേച്ചി രഞ്ജി വാച്ച് ചെയ്യുന്നുണ്ട്. രഞ്ജിയുടെ മമ്മിയെ കുറിച്ചാണ് ഈ പറയുന്നത്. തങ്കമ്മ ചേച്ചി അവധക്കുടി ചേട്ടനും എൻ്റെ അയലോങ്കാരായിരുന്നു. അപ്പൊ അവധക്കുടി ചേട്ടൻ തങ്കമ്മ ചേച്ചി. അപ്പൊ ഞാൻ ആ തങ്കമ്മ ചേച്ചിയുടെ അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ രഞ്ജി എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം രഞ്ജി അതിനാണെങ്കിൽ എനിക്ക് പറയാം, രഞ്ജിക്ക് ഓർമ്മ ഉണ്ടാവുന്നില്ല. ഞാൻ ചെറുപ്പമായിട്ടിരിക്കുന്ന സമയത്ത് തങ്കമ്മ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മുളക് പൊടിക്ക് പഞ്ചസാര എന്നെഴുതി വെച്ചിട്ടുണ്ടാവും. പഞ്ചസാര, PS പഞ്ചസാര. അത് മാത്രമല്ല, ഈ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ പഞ്ചസാരയ്ക്ക്
മുളക് പൊടി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചിലപ്പോ തങ്കമ്മ ചേച്ചി ഞാൻ എടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും രഞ്ജി എടുത്ത് കഴിക്കുമല്ലായിരിക്കും. ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് പഞ്ചസാര എടുത്ത് തിന്നാതിരിക്കാനായിട്ടായിരിക്കും മുളക് പൊടി നാക്കി. ഒരു പ്രാവശ്യം മുളക് പൊടി എടുത്തിട്ട് എന്റെ കണ്ണിക്കൂടെ മുഴുവൻ വെള്ളം വന്നു. പെട്ടെന്ന് ചാടി കഴിക്കുമല്ലേ പഞ്ചസാര എന്ന് പറഞ്ഞിട്ട്. ഓരോ അബദ്ധങ്ങളൊക്കെ ആക്രാന്നുള്ള പ്രശ്നങ്ങളല്ലേ. എന്താണ് പഞ്ചസാര എന്ന് മുളക് പൊടിക്കും പഞ്ചസാരയ്ക്ക് മുളക് പൊടി എന്ന് എഴുതി കഴിഞ്ഞാൽ രഞ്ജിനെ എന്നെ പറ്റിക്കാൻ പറ്റും, ഉറുമ്പിനെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷെ ഉറുമ്പ് നോക്കുമ്പോൾ ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ വെച്ചാൽ ഉറുമ്പിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കറക്റ്റ് പഞ്ചസാര എടുക്കുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പഞ്ചസാര എന്ന് നമ്മൾ റീലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം പഞ്ചസാരയായി മാറുവാണ് ഹ്യൂമൻ സൈക്കോളജി. ഓക്കെ, ഞാൻ തമാശയായിട്ട് പറയുന്നെങ്കിലും നിങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുക. അതായത് ഹ്യൂമൻ ഇമോഷൻ ലേബലിനെ ബേസ് ചെയ്തിട്ട്, റാപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഹ്യൂമൻ ഇമോഷൻ മാറുവാണ്. അപ്പൊ തങ്കമ്മ ചേച്ചി പറഞ്ഞ പോലെ ഷുഗറിന് നമ്മളൊരു ലേബൽ ഇടുവാണ്. എന്ത് ലേബൽ ഇടുവാണ്? ചില്ലി പൗഡർന്ന് ചില്ലിന്ന് ലേബൽ ഇടുവാണ്. നമ്മുടെ ഗ്രാൻഡ് മദറിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് റാപ്പ് മാറ്റി ഗ്രീൻ റാപ്പ് ആക്കി കഴിഞ്ഞാൽ, ലേബൽ മാറിക്കഴിഞ്ഞാൽ എന്ത് മാറി? ഇമോഷൻ മാറി. ഇമോഷണൽ ഫ്രീഡത്തിലേക്ക് ഹ്യൂമൻസിന് എത്താനായിട്ടുള്ള ഫാസ്റ്റസ്റ്റ് 6 ലൈൻ വഴിയാണ് ഇത്. ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആൾക്കാർക്ക് എത്താനുള്ള ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 6 ലൈൻ വഴിയാണ് ഈ ടെക്നിക്ക്, റാപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പൊ ഈ റാപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഇനീഷ്യലി ഒരു PhD സൈക്കോളജി ഉള്ള ഒരാളിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഇൻവെന്റ് ചെയ്ത ഒരു ഐഡിയ ആണ്. ഇത് എവിടെയൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തോ അവിടെ എല്ലാം റാഡിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. ബിസിനസ്സിൽ മാത്രമല്ല ട്രാൻസ്ഫോർമേഷൻ, ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള സ്വിച്ച് ഹ്യൂമൻ അവരുടെ ലൈഫിന്റെ ട്രജക്ടറി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. കൂളല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത പ്രാവശ്യം തമാശ പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചോളൂ. ചിരിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അത് പറഞ്ഞു തരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരികയല്ല. ചിരിക്കും അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ. ഇപ്രാവശ്യം നിങ്ങൾ സീരിയസ് ആയിട്ടായിരുന്നേ. ഞാൻ തമാശ പറയുമ്പോൾ ചിരിക്കുക, കരയുമ്പോൾ എൻ്റെ കൂടെ കരയാം, ടെക്നിക്ക് പറയുമ്പോൾ എൻ്റെ കൂടെ യൂസ് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾ റെഡിയാണോ? റെഡി എന്ന് പറയാം. അപ്പൊ നമ്മളെന്നാ ചെയ്യണ്ടേ? ബേസിക്കലി തങ്കമ്മ ചേച്ചി എന്താ ചെയ്തേ? നമ്മുടെ ഷുഗർ കുപ്പിക്ക് നമ്മൾ ചില്ലി പൗഡർ ഇട്ടു. നമ്മുടെ ഗ്രാൻഡ് മദറിനെ എന്ത് ചെയ്തു? നമ്മളെ സംബന്ധിച്ചോളം റെഡ് മാറ്റി നമ്മൾ ഗ്രീൻ എന്നാക്കി അല്ലേ? നമ്മൾ ഗിൽറ്റിനെ എന്താ ചെയ്യാൻ പോകുന്നത്? ഗിൽറ്റിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പൊതിയുകയാണ്. നമ്മൾ വേറൊരു ബോക്സ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പൊതിയുകയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സെക്കൻഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോൾ എന്നോട് കമ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ഒരു നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് ആൾക്കാർ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ബിസിനസ് വീഡിയോ കണ്ട് തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബിസിനസ് ആൾക്കാർ 3-4 ഇരട്ടിയിലേക്ക് അവരുടെ ബിസിനസ് ഗ്രോ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അത് എൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു പോകാൻ പറ്റിയതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഞാൻ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാണ്. സിൻസിയർലി ഷെയർ ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നില്ല, ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഹെൽപ്പ് കമ്മ്യൂണിറ്റിക്ക് ഞാൻ തിരിച്ചു തരുവാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിസൾട്ട് ബേസ് ആയിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം കമ്മ്യൂണിറ്റിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് ഞാൻ തന്നെ റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും റിസൾട്ട് ഗ്യാരണ്ടീഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ലോകത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരെയും നമുക്കറിയില്ല. അപ്പം ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ക്യൂരിയസ് ആകുക. കപ്പ് എം ടി ചെയ്തിട്ട് ക്യൂരിയസ് ആയിട്ട് ഇരിക്കുക. ജഡ്ജ്മെന്റലായിട്ട് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ വെറുതെ കേട്ടിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറയുമോ, ഇയാൾ പറയുന്നത് എന്നാ ഒന്ന് കേട്ടേക്കാം, കേട്ടിട്ട് ഇതിനകത്തുള്ള കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സിനിക്കലാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം വെറുതെ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പം നിർത്താം. അതേസമയം നിങ്ങൾ ക്യൂരിയസ് ആണെങ്കിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഇവിടെ എത്തിയതല്ലേ, ക്യൂരിയസ് ആകുക. എനിക്കല്ല ഇവിടെ പ്രാധാന്യം, ഈ ഇൻഫർമേഷനാണ്, ഈ വിസ്റ്റത്തിനാണ് പ്രാധാന്യം. വിസ്റ്റം ആരുടെ പിതൃസ്വത്തല്ല, വിസ്റ്റം യൂണിവേഴ്സിലുള്ളതാണ്. യൂണിവേഴ്സിലുള്ള വിസ്റ്റം ഞാൻ എടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഏറ്റവും ഡീപ്പായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ എടുക്കുക. ഓക്കെ. അപ്പോൾ ആ സിറ്റുവേഷൻ എടുത്ത് അതിനെ ഞാൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രധാന കാര്യം ചെയ്യണം. അധർമ്മം പ്രവർത്തിക്കില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ നിരീശ്വരവാദിയോ ജൈനോ ബുദ്ധിസ്റ്റോ ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അധർമ്മം ചെയ്യില്ല എന്നൊരു കമ്മിറ്റ്മെന്റ് എടുക്കുക. നിങ്ങൾ അധർമ്മം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല. തെറ്റ് നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ തെറ്റെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. മറ്റൊരാളെ ദ്രോഹിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല. നിങ്ങൾ അറിഞ്ഞ്, അറിയാതെ ചിലപ്പോൾ നിങ്ങൾ ആൾക്കാരെ ചിലപ്പോൾ ദ്രോഹിച്ചേക്കാം. അറിഞ്ഞ് നീ ഒരാളെ ദ്രോഹിക്കില്ല.
മറ്റൊരാൾക്ക് ദൂഷ്യം വരുന്നൊരു കാര്യം ചെയ്യില്ല. ഓക്കെ, നിങ്ങളുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേക്കാം, പക്ഷെ മറ്റൊരാളെ ദ്രോഹിക്കില്ല, മറ്റൊരാളുടെ അധർമ്മം പ്രവർത്തിക്കില്ല. ഈ കമ്മിറ്റ്മെന്റ് നിങ്ങൾ എനിക്ക് തരണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ. തരുമോ? കമ്മിറ്റഡ് ആണോ? ഓക്കെ, നോ ഹാം, നോ ഹാം. നമ്മൾ അധർമ്മം ചെയ്യില്ല. നിങ്ങളുടെ കൾച്ചറിൽ നിന്നോട് തന്നെ ചെയ്താൽ മതി. ഇസ്ലാമിക് കൾച്ചറിൽ നിന്ന്, ക്രിസ്ത്യൻ കൾച്ചറിൽ നിന്ന്, ഹിന്ദു കൾച്ചറിൽ നിന്ന്, നിങ്ങളുടെ കൾച്ചറിൽ നിന്ന്, നിരീശ്വരവാദ കൾച്ചറിൽ നിന്ന് നിങ്ങൾ ചെയ്തോ. എന്താണ് ചെയ്യേണ്ടത്? അധർമ്മം ചെയ്യില്ല. ഓക്കെ, ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ ധർമ്മം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ, പക്ഷെ മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാകരുത്. ഗുഡ് ഫോർ ദ വേൾഡ് ആയിരിക്കണം, ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി ആയിരിക്കണം, ഗുഡ് ഫോർ യു ആയിരിക്കണം. ഇതാണ് ധർമ്മം. ഗുഡ് ഫോർ യു, ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി, ഗുഡ് ഫോർ ദ വേൾഡ്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, ഇനി ന്യൂട്രൽ ആയിട്ടുള്ള കാര്യം വേണമെങ്കിലും ചെയ്യാം. ന്യൂട്രൽ ഫോർ ദ വേൾഡ്, ന്യൂട്രൽ ഫോർ ദ കമ്മ്യൂണിറ്റി, ഗുഡ് ഫോർ യു ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോഴും ഇറ്റ് ഇസ് ജനറലി നെറ്റ് പോസിറ്റീവ് ആണ്. ദാറ്റ് ഇസ് ഫൈൻ. പ്ലീസ്, നോട്ട് ഗുഡ് ഫോർ ദ വേൾഡ്, നോട്ട് ഗുഡ് ഫോർ ദ കമ്മ്യൂണിറ്റി, നോട്ട് ഗുഡ് ഫോർ യു ചെയ്യരുത്. ക്ലിയർ ആണോ? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുമെന്ന് കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നോട്ട് ഗുഡ് ഫോർ ദ വേൾഡ് ചെയ്ത് നിങ്ങൾ ബെനിഫിറ്റ് എടുക്കുകയില്ല എന്ന് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ, ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കമ്മിറ്റ് ചെയ്യുന്നോ? യെസ്, ഓളെ കൂൾ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഗിൽറ്റ് ഫീൽ ചെയ്ത ഒരു സിറ്റുവേഷൻ ആലോചിക്കുക. ഗിൽറ്റി ഇമോഷൻ ഫീൽ ചെയ്തൊരു സിറ്റുവേഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുക, ഈ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷനെ പിടിക്കുക. ആ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷന് നിങ്ങൾ കടലാസ്, ഒരു പച്ച കടലാസ് കൊണ്ട് പൊതിയുക. ഈ പച്ച കടലാസിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗിൽറ്റിന് നിങ്ങൾ വേണം ഒരു സെക്കൻഡ് കണ്ണടച്ചോ. ആരും അറിയണ്ട. ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമോഷൻ ഫീൽ ചെയ്തോട്ടെ. സങ്കടം വരുവാണെങ്കിൽ സങ്കടപ്പെട്ടോളൂ, കരച്ചിൽ വരുവാണെങ്കിൽ കരഞ്ഞോളൂ. ഓക്കെ, ചിരി വരുവാണെങ്കിൽ ചിരിച്ചോളൂ. ഓക്കെ, അട്ടഹസിച്ചേക്കരുത്, ഞാൻ പേടിച്ചു പോകും. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആ പച്ചക്കടലാസ് ആകുന്ന ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പൊതിയുക. ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രേറ്റ്ഫുൾ ആകുക ഇങ്ങനൊരു ഇമോഷൻ ഉണ്ടായതിന്. ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ നിങ്ങൾക്ക് ഉണ്ടായതിന്. ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു ഇമോഷൻ കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ലൈഫ് എത്ര ബ്യൂട്ടിഫുൾ ആയി. നിങ്ങൾ എത്ര അധർമ്മമായിട്ട് ഒരുപക്ഷെ പ്രവർത്തിക്കാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നു. നിങ്ങൾക്കൊരു കോൺഷ്യൻസ് ഉണ്ടായി. ആ കോൺഷ്യൻസുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി അല്ലേ? നിങ്ങൾ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ആയി ഗിൽറ്റ് കാരണം. താങ്ക്ഫുൾ ആകുക, ഗിൽറ്റിനോട് താങ്ക്ഫുൾ ആകുക. താങ്ക് യു ഗിൽറ്റ്, നീ എൻ്റെ കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ ഗിൽറ്റ് ചെറുതായി വരുന്നതായിട്ട്. ഓക്കെ, ഗിൽറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ബാലിയുടെ പ്രത്യേകത എന്നാണ്? ഫൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബാലിയുടെ ശക്തി കൂടുമായിരുന്നു. ഇപ്പം നമ്മൾ ഫൈറ്റ് ചെയ്യുക അല്ല, നമ്മൾ ഗിൽറ്റിനെ എംബ്രേസ് ചെയ്യുകയാണ് ചെയ്തത്. എംബ്രേസ് ചെയ്തപ്പോൾ ഗിൽറ്റ് കുറച്ചുകൂടെ ചെറുതായോ? ഓക്കെ, വീണ്ടും നമ്മളെ സംബന്ധിച്ചുള്ള ആ ഗിൽറ്റിനെ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആരോടാണ് നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അതിന് അതുകൊണ്ട് പൊതിയുക. ഓക്കെ, വേറെ ആരോടാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? അതുകൊണ്ട് പൊതിയുക. വേറെ ആരോടാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? അതുകൊണ്ട് പൊതിയുക. ഓക്കെ, എന്തിനാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? എന്തിനൊക്കെയാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ അയക്കുന്നത്? ഒരുപക്ഷെ വലിയ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു വീട്ടിലിരുന്നാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഉണ്ട്, ഒരു ഫോണുണ്ട്, സ്മാർട്ട് ഫോണുണ്ട്, ഗ്രേറ്റ്ഫുൾ ആകാം. ഓക്കെ, പ്യുവറായിട്ടുള്ള എയർ ഉണ്ട്, ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഒരു ഡെമോക്രസിയിലാണ് ലീവ് ചെയ്യുന്നത്, ഗ്രേറ്റ്ഫുൾ ആകാം. ആണെങ്കിൽ ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഗ്രേറ്റ്ഫുൾ ആകാം. നിങ്ങളൊന്ന് ലൈവാണ്, അതിന് ഗ്രേറ്റ്ഫുൾ ആകാം. ജീവിച്ചിരിപ്പുണ്ട്, ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും, അതിനും ഗ്രേറ്റ്ഫുൾ ആകാം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, ഇത്ര പേർ വളർച്ചയിലെത്തി, തുടങ്ങി 1 കോടിയിലെത്തി, 10 കോടിയിലെത്തി, 100 കോടിയിലെത്തി, അതിന് മുകളിലെത്തി, ഗ്രേറ്റ്ഫുൾ ആകാം. ഗിൽറ്റ് ചെറുതായി വരും. എന്തുകൊണ്ടാണ്? വൈ ആർ യു ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതിന് നന്ദിയുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ നന്ദിയുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങളൊരു നന്ദിയുള്ള മനുഷ്യ സ്ത്രീയായി മാറിയത്? അതുകൊണ്ട് പൊതിയുക. വീണ്ടും പൊതിയുക. ആളുകളെ കൊണ്ട് പൊതിയുക. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുള്ള ആളുകളെ കൊണ്ട്, നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡുള്ള കാര്യം കൊണ്ട് പൊതിയുക. വൈ, എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്? അതുകൊണ്ട് പൊതിയുക നിങ്ങളുടെ ഗിൽറ്റിനെ. ഗിൽറ്റ് മെൽറ്റ് ചെയ്ത് ഇല്ലാതായി മാറുന്ന കാണാം. ഇപ്പൊ എന്താണ് പുതിയ സാധനം? ഗ്രാറ്റിറ്റ്യൂഡാണ് പിന്നെ ഉള്ളത്. സംഭവം വർക്ക് ചെയ്തു.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണേ കണ്ണു തുറക്കാം. കണ്ണു തുറന്നിട്ട് നോക്കി, തങ്കമ്മ ചേച്ചിയുടെ പരിപാടി വർക്കായി, രഞ്ജി പരിപാടി വർക്കായി കേട്ടോ. അതായത് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇനി നമ്മളെ സംബന്ധിച്ചോളം ഷുഗറിനെ നമ്മൾ എന്താണ് ചില്ലി പൗഡർ എന്ന് വിളിച്ചു, ചില്ലി പൗഡറിനെ നമ്മൾ ഷുഗർ എന്ന് വിളിച്ചു, പിന്നെ അത് ഷുഗറായി മാറി. ഓക്കെ, അല്ല തേനായി മാറി, ഹണി എന്ന് വിളിച്ചു, ഹണിയായി മാറി. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ബോക്സിനെ, നമ്മളുടെ റെഡ് ബോക്സിനെ നമ്മൾ മാറ്റിയിട്ട്, റെഡിനെ മാറ്റി നമ്മൾ മാറ്റിയിട്ട് ഗ്രീൻ ബോക്സ് ആക്കി മാറ്റി, ഗ്രീൻ ആയിട്ട് പൊതിച്ചു. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡായി മാറി. ഇപ്പൊ ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷനെ ആൽക്കമൈസ് ചെയ്ത് നിങ്ങളൊരു ആൽക്കമിസ്റ്റ് ആണ്, ഇമോഷണൽ ആൽക്കമിസ്റ്റ്. ഡെസ്റ്റിനി എക്സ് എന്ന് പറഞ്ഞ ഇവന്റിൽ ചെയ്യുന്ന നൂറുകണക്കിന് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത്. ഡെസ്റ്റിനി എക്സിൽ ബേസിക്കലി നിങ്ങളുടെ ഡെസ്റ്റിനി തന്നെ സ്വിച്ച് ചെയ്യും. നിങ്ങളെ സംബന്ധിച്ചോളം ഇത്ര ഡീപ്പ് ലെവലിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ ട്രജക്ടറി തന്നെ മാറും. നിങ്ങൾ ഒരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ 10 times ഗ്രോത്തിലേക്ക്, ഒരു പേഴ്സൺ എന്ന രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഇത് തന്നെ ചെയ്യുക, ഇത് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഗിൽറ്റ് എന്ന് പറഞ്ഞ ഇമോഷൻ ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ട്രാൻസെൻഡ് ചെയ്തു, ആൽക്കമൈസ് ചെയ്തു. സെൻസ് മേക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഫൈറ്റ് ചെയ്തില്ല, ഒരു യോദ്ധാവിനെ പോലെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. പക്ഷെ നമ്മൾ പ്രണയം കൊണ്ടാണ് ഈ പർട്ടിക്കുലർ കേസിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ് നമ്മൾ പൊതിഞ്ഞത്. ഇത് നിങ്ങൾക്ക് പ്രണയം കൊണ്ട് വേണേൽ പൊതിയാം, സ്നേഹം കൊണ്ട് പൊതിയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് പൊതിയുന്നോ അതായിട്ട് മാറും ഇമോഷൻ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയ്മിനും പോയി ചെയ്യാം. എൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ പോയി ചെയ്യാം. ഷെയ്മിന് നിങ്ങൾ പോയി ഹാൻഡിൽ ചെയ്യണം. അല്ലെ ഈ വീഡിയോ രണ്ടാമത് എടുത്തിട്ട് ഗിൽറ്റിന് പകരം നിങ്ങൾ ഷെയിം പ്രാക്ടീസ് ചെയ്യുക. ഷെയ്മിനെ നിങ്ങൾ സ്നേഹം കൊണ്ട് പൊതിയുക, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെ പൊതിയുക. നിങ്ങൾ പ്രൈമറിലി ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ഇമോഷൻ എന്താണോ അതുകൊണ്ട് പൊതിയുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഗിൽറ്റിൽ നിന്നും ഷെയിമിൽ നിന്ന് ട്രാൻസെൻഡഡ് ആവും, എൻവിയിൽ നിന്ന് ട്രാൻസെൻഡഡ് ആവും. എപ്പം നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് നന്മയുള്ള, ലോകത്തിന് നന്മയുള്ള, നിങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായി നിങ്ങൾ മാറുവാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വാല്യൂ ക്രിയേറ്ററായി മാറും. വാല്യൂ ക്രിയേറ്റേഴ്സ് ബിസിനസ് വളരും. നിങ്ങളെ സംബന്ധിച്ചോളം ഷെയിംലെസ് ആയിട്ട് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. ഷെയിംലെസ് ആയിട്ട്, ഗിൽറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ജലസിയോടുകൂടെ അല്ലെങ്കിൽ എൻവിയോടുകൂടെ നിങ്ങളെ സംബന്ധിച്ചോളം ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെയാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങളുടെ 10x ഗ്രോത്ത് ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഗ്രോത്തിലേക്ക് നിങ്ങൾ കാലിബ്രേറ്റ് ചെയ്യുക. അതാണ് ഇന്നത്തെ മെസ്സേജ്. ഐ സീ യു നെക്സ്റ്റ് ടൈം.